നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ ഗ്രീൻ എനർജി റവല്യൂഷൻ. പുതിയ വീടുകൾക്ക് ഹീറ്റ് പമ്പുകളും സോളാർ പാനലുകളും നിർബന്ധമാക്കുന്നു. ബ്രിട്ടനിലെ ഊർജ്ജ നയത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 2028 മുതൽ നിർമ്മിക്കുന്ന പുതിയ വീടുകളിൽ ഹീറ്റ് പമ്പുകളും സോളാർ പാനലുകളും നിർബന്ധമാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഗ്യാസ് ശൃംഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്ന വീടുകളിൽ താഴത്തെ നിലയുടെ വിസ്തീർണത്തിന്റെ കുറഞ്ഞത് 40% മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കണം. നിലവിൽ UK-യിലെ 5% വീടുകളിൽ മാത്രമാണ് സോളാർ പാനലുകൾ ഉള്ളത്. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കായി പ്ലഗ് ഇൻ സോളാർ പാനലുകൾ സൂപ്പർമാർക്കറ്റുകൾ വഴി ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്ന് ഊർജ്ജ സെക്രട്ടറി എഡ് മിലിബാൻഡ് വ്യക്തമാക്കി. ഇറാൻ യുദ്ധം പോലെയുള്ള ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഊർജ്ജ സ്വയം പര്യാപ്തതയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുമെന്നും ചില വീടുകൾക്ക് പ്രായോഗികമായി നടപ്പിലാക്കാൻ ഇത് ബുദ്ധിമുട്ടാണെന്നും നിർമ്മാണ മേഖലയിൽ നിന്നുള്ള ആശങ്കകൾ ഉയർന്നിട്ടുമുണ്ട്. ഈ തീരുമാനം ഹീറ്റ് പമ്പുകളുടെയും സോളാർ സാങ്കേതിക വിദ്യയുടെയും വിപണിയിൽ വലിയ നിക്ഷേപങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും വഴിയൊരുക്കുമെന്ന് ഒക്ടോപസ് എനർജി പോലുള്ള കമ്പനികൾ പറഞ്ഞു. 2029ഓടെ 1.5 ദശലക്ഷം വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ സ്രോതസ്സുകൾ ഉൾപ്പെടുത്തുന്നത് ഭാവി തലമുറയ്ക്ക് ഗുണകരമാകും. JLR കരാർ. DHL ലോജിസ്റ്റിക് തൊഴിലാളികൾ പണിമുടക്കിന്. വേതന വർധനവിനെ ചൊല്ലി തർക്കം. ജാഗ്വാർ ലാൻഡ് റോവർ വാഹനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന DHL കമ്പനിയിലെ 300-ലധികം HGV ഡ്രൈവർമാർ ശമ്പള വർധനവിനെ ചൊല്ലി പണിമുടക്ക് പ്രഖ്യാപിക്കാനൊരുങ്ങുന്നു. 2026ലേക്കുള്ള ശമ്പള വർധനവ് സംബന്ധിച്ച് ധാരണയിലെത്താൻ DHL പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് യുണൈറ്റഡ് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. ബർമിംഗ്ഹാം, വോൾവർഹാംപ്റ്റൺ, സോളിഹൾ, വിഡ്നസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. JLRന്റെ സോളിഹൾ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ നേരത്തെയും വേതന വർധനവ് ആവശ്യപ്പെട്ട് പണിമുടക്കിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. JLRന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഭാഗങ്ങളും കാറുകളും എത്തിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ തൊഴിലാളികൾ DHL 2026ലേക്കുള്ള ശമ്പള വർധനവ് സംബന്ധിച്ച് ഒരു വാഗ്ദാനം സമർപ്പിക്കാത്തതിൽ അതൃപ്തരാണെന്ന് യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ അറിയിച്ചു. സാധാരണയായി ജനുവരിയിൽ നടപ്പാക്കേണ്ട വാർഷിക ശമ്പള വർധനവ് ഇതുവരെ നടന്നിട്ടില്ല. DHL ഒരു ലാഭകരമായ കമ്പനിയാണെന്നും ന്യായമായ ഒരു വാഗ്ദാനം അവതരിപ്പിക്കാതിരിക്കാൻ യാതൊരു ന്യായീകരണവുമില്ലെന്നും യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാരോൺ ഗ്രഹാം പറഞ്ഞു. HGV ഡ്രൈവർമാർക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 13 അവസാനിക്കും. ഈ പണിമുടക്ക് JLRന്റെ UK പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സോളിഹൾ ഫാക്ടറിയുടെ പ്രവർത്തനത്തെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്നും ഏതൊരു തടസ്സത്തിനും DHL പൂർണ്ണമായും ഉത്തരവാദിയായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യഹൂദ സമൂഹത്തിന്റെ ആംബുലൻസുകൾക്ക് നേരെ തീയിട്ട സംഭവം. ഭീകരവിരുദ്ധ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലണ്ടനിലെ ഗോൾഡേഴ്സ് ഗ്രീൻ പ്രദേശത്ത് യഹൂദ സമൂഹത്തിന്റെ ആംബുലൻസ് വാഹനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ അന്വേഷണം ഭീകരവിരുദ്ധ പോലീസ് ഏറ്റെടുത്തു. ഇത് യഹൂദ വിരുദ്ധ വിദ്വേഷ കുറ്റകൃത്യമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത്. അക്രമികൾ 4 ആംബുലൻസുകൾക്ക് തീയിടുകയായിരുന്നു. വാഹനങ്ങളിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് സമീപത്തുണ്ടായിരുന്ന വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കറുത്ത വസ്ത്രം ധരിച്ച 3 പേർ ആംബുലൻസുകൾക്ക് തീയിട്ട് രക്ഷപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും ആളപായമില്ലെങ്കിലും കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. നശിപ്പിക്കപ്പെട്ട ആംബുലൻസുകൾ പുനഃസ്ഥാപിക്കാൻ സഹായം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഒരു ഇറാൻ അനുകൂല സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് പോലീസ് പരിശോധിച്ചു വരികയാണ്. യഹൂദ സമൂഹത്തിനെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത് ഗൗരവമായി കണക്കാക്കപ്പെടുന്നു. കുറ്റവാളികളെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഇതിനെ ഒരു ഇരുണ്ട ദിവസം എന്ന് വിശേഷിപ്പിച്ചു. മലയാളി സമൂഹത്തിലും ഇത് ആശങ്ക പടർത്തിയിട്ടുണ്ട്. കാരണം നിരവധി മലയാളികൾ താമസിക്കുന്ന പ്രദേശത്താണ് ഈ ആക്രമണം നടന്നത്. എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് ജിദ്ദയിലേക്ക് തിരിച്ചുവിട്ടു. യാത്രക്കാർ സുരക്ഷിതർ. ബാംഗ്ലൂരിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര തിരിച്ചിരുന്ന എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്നുള്ള സംശയങ്ങളെ തുടർന്ന് മുൻകരുതൽ നടപടിയെന്നോണം ജിദ്ദയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്ത്യൻ സമയം രാത്രി 7:58 വിമാനം ജിദ്ദ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയതായി എയർ ഇന്ത്യ അറിയിച്ചു. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ വ്യക്തമാക്കി. സാങ്കേതിക തകരാറിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നതിനായി വിശദമായ പരിശോധനകൾ തുടരുകയാണ്. വിമാനം സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്.
യാത്രക്കാരുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ജിദ്ദ വിമാനത്താവള അധികൃതരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായും എയർ ഇന്ത്യ അറിയിച്ചു. യാത്രക്കാർക്ക് താമസ സൗകര്യങ്ങളും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ യാത്ര തുടരുന്നതിനുള്ള ബദൽ ക്രമീകരണങ്ങളും പരിഗണനയിലുണ്ടെന്ന് പറഞ്ഞു. 2025 ജൂൺ 12 അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ട മറ്റൊരു എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം മുൻകരുതലുകൾ കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് വിമാന കമ്പനി. അന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട ബോയിങ് 7878 ഡ്രീംലൈനർ വിമാനം പറന്നുയർന്നതിന് പിന്നാലെ തകർന്നു വീഴുകയും വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ മരിക്കുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 6 മുതൽ തൊഴിൽ അവകാശ നിയമങ്ങളിൽ മാറ്റങ്ങൾ. ഏപ്രിൽ 6 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ തൊഴിൽ അവകാശ നിയമങ്ങൾ ഏകദേശം 15 ദശലക്ഷം തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യും. ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിവസം മുതൽ സിക്ക് പേ, പേരന്റൽ ലീവ്, ബെറിയുമെന്റ് ലീവ് എന്നിവയ്ക്ക് അർഹതയുണ്ടാകും. കൂടാതെ കാരണം കൂടാതെ പിരിച്ചുവിടുന്നത് തടയുകയും പിരിച്ചുവിട്ട ശേഷം കുറഞ്ഞ ശമ്പളത്തിൽ തിരിച്ചെടുക്കുന്നത് നിരോധിക്കുകയും ചെയ്യും. കുറഞ്ഞ വരുമാനക്കാരായ 13 ലക്ഷം തൊഴിലാളികൾക്ക് സിക്ക് പേ ലഭ്യമാക്കുന്നത് ഇതിൽ പ്രധാനമാണ്. 0 അവർ കോൺട്രാക്റ്റുകൾ ഇല്ലാതാക്കുന്നതും ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകുന്നതും ഈ പരിഷ്കാരങ്ങളുടെ ഭാഗമാണ്. വേതനത്തിൻ്റെ കാര്യത്തിൽ ലിംഗവിവേചനം അവസാനിപ്പിക്കും. ഫെയർ വർക്ക് ഏജൻസി എന്ന പുതിയ വിഭാഗം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആരംഭിക്കും. വാടക നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു. മെയ് 1 മുതൽ അകാരണമായി വാടകക്കാരെ പുറത്താക്കാൻ കഴിയില്ല. മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ വാടക നിയമങ്ങൾ പ്രകാരം വാടകക്കാരെ അകാരണമായി പുറത്താക്കാൻ സാധിക്കില്ല. ഫിക്സഡ് കോൺട്രാക്റ്റുകൾ ഒഴിവാക്കാനും വർഷത്തിൽ ഒരിക്കൽ മാത്രം വാടക വർദ്ധിപ്പിക്കാനും 1 മാസത്തെ വാടക മാത്രം മുൻകൂറായി വാങ്ങാനും നിയമം അനുശാസിക്കുന്നു. ബെനിഫിറ്റുകൾ ലഭിക്കുന്നവർക്കും കുട്ടികളുള്ളതിൻ്റെ പേരിലും വിവേചനം കാണിക്കാനും പാടില്ല. മെയ് 31-നകം വാടകക്കാർക്ക് മാറ്റങ്ങൾ സംബന്ധിച്ച ഔദ്യോഗിക രേഖ കൈമാറണമെന്നാണ് ലാൻഡ്ലോഡ്സിന് നൽകിയിട്ടുള്ള നിബന്ധന. ഇതിന് തയ്യാറാകാത്തവർക്ക് പിഴ ലഭിക്കും. ഇംഗ്ലണ്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന വാടകക്കാർക്ക് ഇതിൻ്റെ അറിയിപ്പ് ലഭിക്കും. യുകെയിലെ ആദ്യകാല മലയാളി വൈദികൻ ഫാദർ ജോസഫ് നരിക്കുഴിയച്ചൻ്റെ സംസ്കാര ശുശ്രൂഷകൾ മാർച്ച് 24-25 തീയതികളിൽ. യുകെയിലെ ആദ്യകാല മലയാളി വൈദികരിൽ ഒരാളായ ഫാദർ ജോസഫ് നരിക്കുഴിയച്ചൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ മാർച്ച് 24-25 തീയതികളിൽ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഫെബ്രുവരി 21 ബർമിംഗ്ഹാമിലെ വൈദിക മന്ദിരത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണം. മാർച്ച് 24 വൈകിട്ട് 7 മണിക്ക് പൊതുദർശനവും വിശുദ്ധ കുർബാനയും നടക്കും. രാത്രി 8:30 സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് സ്രാമ്പിക്കൽ മുഖ്യ കാർമ്മികനാകും. മാർച്ച് 25 ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന കുർബാനയിൽ ബിഷപ്പ് ഡേവിഡ് ഇവൻസ് മുഖ്യ കാർമ്മികനായിരിക്കും. കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് 4:30 വരെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ശവസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഹെർബർട്ട് റോഡിലെ ഡൊമിനിയൻ കാർ പാർക്കിൽ സൗജന്യ പാർക്കിംഗ് സൗകര്യം ലഭ്യമാക്കും. 2000-ന്റെ ആദ്യപാദത്തിൽ യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ മലയാളത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന വൈദികരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പ്രവാസി മലയാളികളുടെ ആത്മീയ ജീവിതത്തിൽ നിർണായക സാന്നിധ്യമായിരുന്ന ഫാദർ ജോസഫ് സീറോ മലബാർ രൂപത സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ യുകെയിലെ വിശ്വാസികൾക്കായി ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.